ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോ മൂന്നായി തിരിക്കാം. എന്തുകൊണ്ട് ഈ ഫെറാറിക്ക് 500 കോടി, ആരാണിത് മേടിച്ചത്, അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ, ഈ കാറിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഒരു കാറിന് ഏറ്റവും കൂടുതൽ പണം നൽകിയത് 2018 $70 മില്യൺ ഇന്ത്യൻ കറൻസിയിൽ നോക്കിയാൽ 519 കോടിയോളം വരും. ഇത് 1963 മോഡൽ ഫെറാറി 250 GTO ആയിരുന്നു ആ വാഹനം. ഒരു കാറിനായി ലേലത്തിൽ ഇതുവരെ നൽകിയതിൽ ഏറ്റവും കൂടുതൽ പണം. എന്താണ് ഒരു വിൻറ്റേജ് കാറിൻ്റെ വാല്യൂ കൂട്ടുന്നത്? പ്രൊഡക്ഷൻസ് വോളിയം. എത്ര കുറവ് നിർമ്മിക്കുന്നുവോ അത്രയും തന്നെ ഡിമാൻഡ് ഉണ്ടാകുന്നു. ആ ഫാക്ടറിയിൽ നിന്നുള്ള ഫസ്റ്റ് ഓർ ലാസ്റ്റ് കാർ, ആ കാറിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, കാറിൻ്റെ സൗന്ദര്യം, നൊസ്റ്റാൾജിയ, പഴയ കാറിൻ്റെ ഡോക്യുമെന്റേഷനൊക്കെ പക്ക ആണെങ്കിൽ വാല്യൂ ഉറപ്പായിട്ടും കൂടും. മോട്ടോർ സ്പോർട്സിലും ഓട്ടോ ഷോയിലും വിജയം നേടിയിട്ടുള്ളവ, കാറിൻ്റെ ചരിത്ര പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാറിൻ്റെ പല ഓണേഴ്സിൻ്റെയും പ്രശസ്തി, ഇങ്ങനെയൊക്കെ പോകുന്നു അതിൻ്റെ വാല്യൂ കൂട്ടുന്ന ഘടകങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് വിൻറ്റേജ് കാർ ലേലത്തിൽ വാശിയും വീര്യവും കൂടുന്നത്. ആകെ 39 ഫെറാറി 250 GTO കാറുകൾ മാത്രമാണ് 1962 മുതൽ 1964 കാലയളവിൽ നിർമ്മിച്ചത്. ഒരു റെയർ പീസ്. ഈ കാറുകൾ അറിയുന്നത് ഷാസി നമ്പർ വെച്ച് കൂടിയാണ്. അതായത് ഫെറാറി 250 GTO ഷാസിസ് 3413 GT, 250 GTO 4675 GT എന്നൊക്കെ ആയിരുന്നു. ആ ഇറങ്ങിയ 39 കാറുകളും ഒരുപോലെ അല്ലായിരുന്നു. അവിടെയും ഇവിടെയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ക ഹാൻഡ് മെയ്ഡ് ആണല്ലോ. പ്രധാനമായും ചേഞ്ചസ് വരുന്നത് എയർ വെന്റുകളിലായിരുന്നു. ഈ 39 കാറുകളും ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2014 ഒരു ഫെറാറി GTO വിറ്റുപോയത് 259 കോടിക്കാണ്. 2018 ഒരു ഫെറാറി 250 GTO വിറ്റുപോയത് 356 കോടിക്കാണ്. ഇതേ 2018 തന്നെയാണ് 500 കോടി മിച്ചത്തിനും ഫെറാറി വിറ്റുപോയത്. എപ്പോഴെങ്കിലും ഒരു ഫെറാറി 250 GTO ലേലത്തിൽ വരുന്നത് ഒരു സംഭവമാണ്. ഈ സ്പോർട്സ് കാർ അപൂർവങ്ങളിൽ അപൂർവമാണ്. 1960കളിലെ റേസിംഗ് എന്ന് പറഞ്ഞാൽ വാഹനം സംരക്ഷണത്തെക്കുറിച്ചല്ല. ചില കാറുകൾക്ക് അവയുടെ യഥാർത്ഥ എഞ്ചിനുകളും അലുമിനിയം ബോഡികളും വളരെ കാലം മുൻപ് റേസിനിടയിൽ ഉണ്ടാകുന്ന അപകടത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്നുള്ള മിച്ചം കുറച്ച് കാറുകളെ കൂടുതൽ മൂല്യവത്താകുന്നു. എല്ലാ ഫെറാറി കാറുകളും റേസ് ട്രാക്കിൽ ഇടം നേടണമെന്നില്ല. 250 GTOയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഗംഭീരമായ സ്റ്റൈലിംഗ്, പവർ, സ്പീഡ്, ചാമ്പ്യൻഷിപ്പ് നേടിയ എഞ്ചിനീയറിംഗ്, എക്സ്ക്ലൂസിവിറ്റി. അത്തരമൊരു ശ്രദ്ധേയമായ ഫെറാറിയുടെ പേര് ഓർത്തെടുക്കുക തന്നെ പ്രയാസം. 1960കളുടെ ആരംഭത്തിലാണ് കഥ നടക്കുന്നത്. GT റേസിംഗിൽ മത്സരിക്കുന്നതിനാണ് 250 GTO രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ നിർമ്മിച്ച 39 ഫെറാറി 250 GTOകളിൽ പല വേരിയൻസിലും പല എഞ്ചിനിലും പല ബോഡി ടൈപ്സിലും ആ കാർ അറിയപ്പെട്ടിരുന്നു. അവരുടെ കോമ്പറ്റീഷൻ അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഷെൽബി കോബ്രയും ജാഗ്വർ E ടൈപ്പും ആസ്റ്റിൻ മാർട്ടിൻ DP214ഉം മേഴ്സിഡസും പോർഷയും ഒക്കെ ആയിരുന്നു. മാധ്യമങ്ങൾ ഈ വാഹനത്തിന്റെ ലോഞ്ചായി സംബന്ധിച്ച പ്രസ് മീറ്റിൽ ഇതിന്റെ മൂക്ക് വിചിത്രമായതിനാൽ ഒരു റിപ്പോർട്ടർ ഇതിനെ ആൻഡ് ഈറ്റർ എന്ന് വിളിച്ചു. അതായത് ഉറുമ്പ് തീനി. ഇവിടെ നമ്മൾ മൂക്ക് എന്നതിനെ വിശേഷിപ്പിക്കുന്നത് ഈ വാഹനത്തിന്റെ ബോണറ്റിനെയാണ്. പക്ഷേ ആ ഉറുമ്പ് തീനി ക്വിക്ക്, പവർഫുൾ, ഈസി ടു ഡ്രൈവ്, പിന്നെ V12 എഞ്ചിന്റെ നെഞ്ചു കിടുങ്ങുന്ന ശബ്ദവും. അങ്ങനെ മുഴുവൻ ഡെവലപ്മെന്റ് കഴിഞ്ഞപ്പോൾ ഫെറാറി ഇതിനൊരു പേരിട്ടു. ഇതിന്റെ പേരാണ് ഫെറാറി 250 GTO. ഇത് മത്സരിക്കുന്നത് FIAയുടെ ഗ്രൂപ്പ് 3 ഗ്രാൻഡ് ടൂറിംഗ് കാറ്റഗറിയിലാണ്. എന്താണ് FIA? FIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ സ്പോർട്സിന്റെ തലതൊട്ടപ്പന്മാർ, അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ പേര് എന്നാണ്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണലി ഓട്ടോമൊബൈലി എന്ന് വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ 250 GTO എന്ന് വിളിക്കുന്നത്? 250 എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ തരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് 250 ക്യൂബിക് സെന്റിമീറ്റർ. ഇതൊരു 12 സിലിണ്ടർ വാഹനമാണ്. അപ്പോൾ 250 മൾട്ടിപ്ലൈഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 3000. അതെ, ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത് 3000 cc ആണ്. നമുക്കിനിയും GT മുറിച്ച് നോക്കാം. GT എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗ്രാൻഡ് ടൂറിസ്മോ, ഇതൊരു ഇറ്റാലിയൻ വാക്കാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രാൻഡ് ടൂറർ. O എന്ന് പറഞ്ഞാൽ ഇറ്റാലിയയിൽ ഒമലഗോട്ടോ എന്നാണ്. ഇംഗ്ലീഷിൽ ഹൊമോലഗേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു അപ്രൂവൽ പ്രോസസ്സാണ്. എന്ത് അപ്രൂവൽ പ്രോസസ് ആയിരിക്കാം? മോട്ടോർ സ്പോർട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റേസിന് ഉപയോഗിക്കുന്ന വാഹനം ടെക്നിക്കലിയും സേഫ്റ്റിയുമായും സംഘാടകർ പറയുന്ന റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം. അതായത് ഇന്ന ക്ലാസ്സിൽ റേസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാര്യം സംഘാടകർ തീരുമാനിക്കും. ഈ സീരീസിൽ റേസ് ചെയ്യുന്ന വാഹനങ്ങൾ റോഡ് ലീഗൽ കൂടിയാണ്. എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്കും ഈ വാഹനങ്ങൾ മേടിക്കാൻ പറ്റണം എന്നായിരുന്നു. പക്ഷേ ഈ കേസിൽ
നമ്മുടെ എൻസോ ഫെറാറി തീരുമാനിക്കും ആർക്കൊക്കെയാണ് ഈ കാർ വിൽക്കേണ്ടതെന്നും ആരൊക്കെ ഈ കാർ മേടിക്കണം എന്നൊരു കാര്യവും. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു കാറിൻ്റെ ഹോമോലോഗ് ചെയ്യുന്നതിന് ഒരു നിർമ്മാതാവ് 100 ഉദാഹരണ കാറുകൾ നിർമ്മിക്കണമെന്നാണ് FIA നിയമങ്ങൾ അനുശാസിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഈ GT റേസിംഗ് സീരീസിൽ പങ്കെടുക്കുന്ന കാറുകൾ റോഡ് കാർസും കൂടിയാണല്ലോ. അപ്പോൾ ഇവ ഇത്ര എണ്ണം വിറ്റു പോകണം എന്നൊക്കെ ഒരു റെക്കോർഡും FIA കീപ്പ് ചെയ്യുമായിരുന്നു. അന്ന് അത് 100 ആയിരുന്നു. അതായത് 100 ഫെറാറി 250 GTO കാറുകളുടെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയും അത് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു നിയമം. പക്ഷേ ഇവിടെ ആകെ 39 എണ്ണം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. എങ്ങനെ 100 എണ്ണം വിറ്റുപോകാനാണ്? പക്ഷേ എൻസോ ഫെറാറി വളരെ വളരെ ശക്തനായിരുന്നു. ഒരേ കാർ പല നമ്പറിൽ ഇട്ട് പല പ്രദേശത്താണെന്ന് പറഞ്ഞ് അദ്ദേഹം കള്ളത്തരം കാറ്റിയാണ് 250 GTOയും കൊണ്ട് മത്സരത്തിന് അദ്ദേഹം ഇറങ്ങുന്നത്. ഫ്രണ്ട് എഞ്ചിൻ ഫെറാറി റേസിംഗ് കാറുകളുടെ അവസാനത്തെ നിരയാണിത്. ട്രാക്കിലെ വിജയ് മാത്രമല്ല, കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഒരു റോഡ് കാറും കൂടിയായിരുന്നു ഫെറാറി 250 GTO. 1961 GTO വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെറാറി റേസിംഗ് ടീം യൂറോപ്പിന്റെ ട്രാക്കുകൾ പൂർണ്ണമായും കീഴടക്കി. 1962 ഫെബ്രുവരി 24 ഫാക്ടറിയിൽ നടന്ന ആദ്യത്തെ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ ഫെറാറി 250 GTO അരങ്ങേറ്റം കുറിച്ചപ്പോഴേക്കും ഒരു പുതിയ ചീഫ് എഞ്ചിനീയർ ചുമതലയേറ്റു. വെറും 26 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അവരെല്ലാവരോടും കൂടി കാറിൻ്റെ ആകൃതി പരിഷ്കരിക്കപ്പെട്ടു. കൂടാതെ എയറോ ഡൈനാമിക്സിന് മുൻതൂക്കം നൽകി സ്കാൽഗറ്റി നിർമ്മിച്ച ബോഡി വ്യത്യസ്തമായ സൗന്ദര്യമുള്ള ഒന്നായി മാറി. മുൻ ഫെറാറി GT കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 250 GTOയുടെ എയറോഡൈനാമിക് ഡിസൈൻ ഒരു ടെക്നിക്കൽ ഇന്നോവേഷൻ ആയിരുന്നു. എൻസോ ഫെറാറി ഒരിക്കൽ പറഞ്ഞു, എയറോഡൈനാമിക്സ് ആർ ഫോർ പീപ്പിൾ ഹു കാൻ ബിൽഡ് എൻജിൻസ് എന്നൊരു കാര്യം. അതായത് എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞു നടക്കുന്നവന്മാർക്ക് നല്ലതുപോലെ എൻജിൻ ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല എന്നതുകൊണ്ടാണെന്നാണ് എൻസോ ഫെറാറി പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. എൻസോ ഫെറാറി ഇവിടെ മാറ്റി. കാരണം അത് വലിയ ഫാക്ടറാണെന്ന കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 250 GTO ഒരു പക്ക എയറോഡൈനാമിക് സപ്പോർട്ട് ചെയ്യുന്ന കാറുമായിട്ടാണ് മാർക്കറ്റിലോട്ട് വരുന്നത്. പ്രൊഡക്ഷൻ കാറിൻ്റെ വില $18,000 ആയിരുന്നു അന്ന്. ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ $1,53,000 വരും. 1962 മാർച്ച് 24 GTO 12 മണിക്കൂർ അല്ലെങ്കിൽ 12 hours സേബ്രിംഗ് റേസിൽ അരങ്ങേറ്റം നടത്തി. GTO അതിൻ്റെ ആദ്യത്തെ 3 വർഷങ്ങളിൽ ലോക ചാമ്പ്യൻഷിപ്പ് നേടി. 1965 ഷെൽബിയുടെ കോബ്രാസ് അതിനെ പരാജയപ്പെടുത്തി. ആ സമയത്ത് അത് കാലഹരണപ്പെടുകയും അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതൊരിക്കലും ലെമാൻസിൽ വിജയിച്ചിട്ടില്ല. GT ക്ലാസ് മാത്രമായി അത് ഒതുങ്ങിക്കൂടി. 1963 ഫെറാറി ആദ്യത്തെ 12 സിലിണ്ടർ മിഡ് റിയർ എഞ്ചിൻ സ്പോർട്സ് കാറായ 250P ലെമാൻസിലിറക്കി. അരങ്ങേറ്റത്തിൽ തന്നെ ലെമാൻസിൽ ഇത് വിജയിച്ചു. താമസിയായ GTOയെ മാറ്റി നിർത്തി. ഫെറാറി എല്ലാ വർഷവും കാറുകൾ പുതിയതാക്കും. ജയിക്കണമെങ്കിൽ പുതിയ കാർ ഓടിക്കണം. അങ്ങനെ പഴയ ഉപയോഗശൂന്യമായ കാർ അങ്ങോട്ട് മാറ്റി നിർത്തും. ഇനി നമ്മൾ അറിയേണ്ടത് വിൻറ്റേജ് ലേല ഇൻഡസ്ട്രിയെ കുറിച്ചാണ്, അഥവാ വിൻറ്റേജ് കാർ ഓപ്ഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഇത് വേറൊരു മണി പവേർഡ് ലോകമാണ്. മൂല്യവർദ്ധനവ് ആരംഭിച്ചത് കാറിൽ നിന്നല്ല, മറിച്ച് കാർ രംഗത്താണ്. തങ്ങളുടെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ TV-യിൽ റേസ് കാണുമ്പോൾ ചീറിപ്പായുന്ന ഫെറാറികളോടും കോബ്രയോടുമൊക്കെ പ്രണയം തോന്നാത്തവർ ചുരുക്കം. കാശുണ്ടാകുമ്പോൾ എനിക്ക് മേടിക്കണമെന്ന ചിന്തയോടെ പലരും അധ്വാനിക്കും. സമ്പത്തിൽ സക്സസ് ആകുന്നവരൊക്കെ കൂടുതൽ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പഴയ സ്വപ്നങ്ങളിലെ കാറുകൾ ഇന്ന് സ്വന്തമാക്കും. വിൻറ്റേജ് ലേലം ഒരു പ്രതിഭാസമായി മാറി. വിൻറ്റേജ് റേസിംഗ് ഒരു ഹോബിയിൽ നിന്ന് മാറി ബിസിനസ്സുമായി. അതേസമയം കാറുകൾക്ക് അവരുടെ കലാപരമായ സൗന്ദര്യം ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു എന്നാണ് വിദഗ്ധർ പറയുന്നത്. 70കളിലെയും 80കളിലെയും 90കളിലെയും വാഹനങ്ങൾക്ക് ഒരിക്കലും 50കളിലെയും 60കളിലെയും വിൻറ്റേജ് ക്ലാസിക്കുകളുടെ കൈകൊണ്ട് നിർമ്മിച്ച കരകൗശലവുമായി പൊരുത്തപ്പെടാൻ കഴിയുകയില്ല. പെട്ടെന്നാണ് പഴയ കാറുകൾക്കൊക്കെ ധാരാളം പണത്തിനായി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്വാർ ഈ ടൈപ്പുകൾ, മെഴ്സിഡസ് പ്രീവാർ കാറുകളും അതുപോലെ തന്നെ എല്ലാ ഫെറാറി കാറുകളും. 1988 എൻസോ ഫെറാറി മരിച്ചു. ഈ കാലയളവിലൊക്കെയും ക്ലാസിക് ഫെറാറീസിന്റെ മൂല്യം കുതിച്ചുയരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ഇറങ്ങിയ കാറുകളെ ആൾക്കാർ വിശേഷിപ്പിച്ചിരുന്നത് എൻസോ എറ കാറുകൾ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടോടെ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കാറുകൾക്ക് വില കുതിച്ചുയർന്നു. ഇറ്റാലിയൻ കോടതി ഫെറാറി 250 GTO വാസ്തവത്തിൽ ഒരു കലാസൃഷ്ടിയാണെന്ന് വിധിച്ചിരുന്നു. അതിനാൽ ഇത് പകർത്തുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമായിരുന്നു കുറച്ചു കാലങ്ങൾ. പക്ഷെങ്കിൽ ഈ വിധി പിന്നീട് മാറുകയും ചെയ്തു. ഫെറാറി 250 GTO കളക്ടേഴ്സിൻ്റെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അവർ ഒത്തുകൂടുന്നത് കാറിൻ്റെ പേരിലാണ്. നിരവധി കാർ ശേഖരങ്ങളിൽ നിങ്ങൾ കണ്ടെത്താത്ത ഒന്നാണ്
ഒറിജിനൽ ഫെറാറി 250 GTO. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ ശേഖരണത്തിൽ ഇത് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംതിങ് യു ആർ സ്പെഷ്യൽ എന്നാണ് ഈ കമ്മ്യൂണിറ്റി നിങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ ഈ കാറുകൾ മേടിച്ച് പൂഴ്ത്തി വെക്കുക മാത്രമല്ല, അവർ ഈ കാറുകൾ പല റേസിങ്ങിനും ഇറക്കുമായിരുന്നു, ഫ്രണ്ട്ലി റേസിംഗ് ചാമ്പ്യൻഷിപ്പിനും ഒക്കെ. ഇനി ആരാണ് ഇത് മേടിച്ചതെന്ന് നമുക്കറിയാം. ഇത് മേടിച്ച ആളുടെ പേരാണ് ഡേവിഡ് മക്നീൽ. ആരാണ് അദ്ദേഹം? അമേരിക്കൻ ബിസിനസ്മാൻ, വെതർടെക് എന്ന കമ്പനിയുടെ സ്ഥാപകൻ, ഇൻവെസ്റ്റർ, കൂടാതെ കാർ കളക്ടർ, സ്പോർട്സ് കാർ റേസർ, റേസ് ട്രാക്കുകളും സ്പോർട്സ് കാർ സീരീസും ഒക്കെ സ്പോൺസർ ചെയ്തിരുന്നു. സ്വന്തമായി ഒരു റേസിംഗ് ടീമും ഉണ്ട് ഇദ്ദേഹത്തിന്. കോടീശ്വരൻ എന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം 500 കോടി മുടക്കി ഇത് മേടിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. അദ്ദേഹം പറയുകയാണ്, അതിശയകരമായ 250 GTOയ്ക്കായി വിപണിയിലുണ്ടെന്ന് അദ്ദേഹം ചില ലേലം നടത്തിപ്പുകാരെ അറിയിച്ചു. അങ്ങനെ 2016 എവിടെയോ ആണ് കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തകർന്നതും ചുരുണ്ടുകൂടിയതുമായ ഒരെണ്ണം നേടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടത് ഒരു ഇന്റർനാഷണൽ റേസിംഗ് സ്റ്റാൻഡ്ബോയിൽ ഇടം പിടിച്ചതായിരിക്കണം. അതിനൊരു ചരിത്രവും വേണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഒരിക്കൽ മാത്രം കരയുക. നിങ്ങൾ കുറച്ച് രൂപ ലാഭിക്കുകയും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന കാർ വാങ്ങാതിരിക്കുകയും ചെയ്താൽ ആ കാർ കാണുമ്പോഴെല്ലാം നിങ്ങൾ കരയും. പക്ഷേ മേടിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പണം കൊടുക്കുമ്പോൾ മാത്രമാണ് കരയുന്നത്, അദ്ദേഹം പറയുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മേടിച്ച കാറിന് 500 കോടി എന്ന് പറയാൻ കാരണം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇദ്ദേഹം മേടിച്ച കാറിൻ്റെ ഷാസി നമ്പർ 4153 GT ആയിരുന്നു. ഈ കാർ ഒരു ഇടി പോലും ഇടിച്ചിട്ടില്ലായിരുന്നു. ഈ കാർ ലോഞ്ച് ചെയ്ത് 2 ജൂൺ 1963 ഇത് നമ്മുടെ ഫെറാറിയുടെ ചുവന്ന കറുപ്പിൽ നിന്ന് മാറി ഇതൊരു മെറ്റാലിക് കളറായിരുന്നു, സംതിങ് സ്പെഷ്യൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ റേസിംഗ് ചരിത്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ലെമാനിൽ 1963 ഇവൻ 4ാമതായി ഫിനിഷ് ചെയ്തിരുന്നു. ടൗർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻഷിപ്പിലും ഇവൻ കപ്പടിഞ്ഞു. അതാണ് ഈ കാറിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബേസിക്. കാറിന്റെ റേസിംഗ് ഉദ്ദേശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇൻസ്ട്രുമെന്റ് പാനലിൽ സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ഇല്ല. സീറ്റുകൾ തുണി കൊണ്ട് അപ്പോൾസ്റ്റേഡ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രീമിയമായി ഒന്നും തന്നെ ഇല്ല. പിന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ ഫ്ലോർ മൗണ്ടഡ് ഗിയർ ബോക്സ് ആണ്. ക്രോമിയം ഫിനിഷിംഗിലാണ് അതിന്റെ ഗിയർ നിർമ്മിച്ചിരിക്കുന്നത്. GT റേസിംഗ് കാറായി രൂപകൽപ്പന ചെയ്ത 250 GTO അതിന്റെ തള്ളി നിൽക്കുന്ന സ്ക്രൂ ഹെഡുകളെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. സ്തുതിപാഠകരെ ആകർഷിക്കാൻ നിർമ്മിച്ച ഇന്റീരിയർ ആയിരുന്നില്ല ഇത്. അകത്ത് വലിയ വൃത്താകൃതിയിലുള്ള 3 പ്രോങ് സ്റ്റിയറിംഗ് വീൽ, അതിന് ക്രോം വുഡ് ഫിനിഷ് നൽകിയിരിക്കുന്നു. അതിന്റെ നടുവിൽ പ്രസിദ്ധമായ മഞ്ഞ കറുപ്പ് നിറത്തിനുള്ള പ്രാൻസിംഗ് ഹോഴ്സ്. ഇൻസ്ട്രുമെന്റ് പാനൽ ലളിതമാണ്. ടോഗിൾ സ്വിച്ചുകളാണ്. അവയിൽ വലിയ അക്ഷരങ്ങളിൽ ലൈറ്റ്സ്, വൈപ്പർ, ഫ്യൂവൽ, ഇഗ്നിഷൻ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാവുന്നത് ഒരു വലിയ ടാക്കോമീറ്റർ ആണ്. എൻജിൻ RPM നോക്കി ഗിയർ പടപടാന്ന് ഷിഫ്റ്റ് ചെയ്ത് പറക്കാനാണ് ഫെറാറി നിങ്ങളോട് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാം. മോട്ടോർ സ്പോർട്സിൽ പല കുറി വിജയം കൈവരിച്ച ഫെറാറിയുടെ കൊളംബോ എഞ്ചിൻ ആയിരുന്നു 250 GTOയിൽ. ഇതൊരു പെട്രോൾ V12 എഞ്ചിൻ ആയിരുന്നു. ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്ത ആളുടെ പേര് കൊളംബോ എന്നായിരുന്നു. എഞ്ചിൻ ടെസ്റ്റിംഗ് സമയത്ത് 7000 RPMൽ ഓരോ എഞ്ചിനും 296-ന് 302 ബ്രേക്ക് ഹോഴ്സ് പവറിനിടയിൽ പവർ നൽകണം. ഈ പവർ ഔട്ട്പുട്ട് നൽകിയില്ലെങ്കിൽ ഈ എഞ്ചിൻ പുനർനിർമ്മിക്കുന്നതിനായി ഫാക്ടറിയിലോട്ട് പോകും. 132 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് റിയർ ആക്സിലിന്റെ പിറകിൽ, 18 ലിറ്റർ ഓയിൽ റിസർവോയർ യാത്രക്കാരുടെ സീറ്റിന് തൊട്ടു പിന്നിലുള്ള ഷാസീസ് റെയിലുകൾക്കിടയിലായിരുന്നു. ഇവ അലുമിനിയം ഷീൽഡിൽ കവർ ചെയ്തിരുന്നു. ഈ അലുമിനിയം ഷീൽഡ് അതിവേഗ സ്ഥിരതയെ സഹായിക്കുന്നതിന് തന്ത്രപൂർവ്വം ഡിസൈൻ ചെയ്തിരുന്നു. കാല് കൊടുത്താൽ 2000, 3000, 4000 RPMത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാണ്. പിന്നെ V12 എഞ്ചിന്റെ ഇരമ്പൽ മാത്രം. ഇതിന്റെ എഞ്ചിനും ഷാസി കമ്പോണന്റും ഒക്കെ പഴയ ഫെറാറി കോമ്പറ്റീഷൻ കാറുകളിൽ ഓൾറെഡി പ്രൂവൻ ആണ്. എങ്കിലും മൈനർ ഡിഫറൻസ് ഫ്രെയിം സ്ട്രക്ചറിലും ജോമെട്രിയിലും ഒക്കെ കൊണ്ടുവന്നു. അത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇനിയിപ്പം നമുക്ക് കാറിന്റെ എക്സ്റ്റീരിയർ നോക്കിയാലോ. എക്സ്റ്റീരിയർ നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം ബോഡി കൊണ്ടാണ്. പിന്നെ നമുക്ക് അറിയാം ഫെറാറിക്ക് തന്നെ 250 GT ഷോർട്ട് വീൽ ബേസ് എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിരുന്നു. അതിന്റെ ഏകദേശം ഡിസൈനൊക്കെ ഈ കാറിലോട്ടും വരുന്നു. കാറിന്റെ എക്സ്റ്റീരിയർ ബോഡിയിൽ കുറച്ച് ക്രോം വർക്ക്സ് ഒക്കെ നമുക്ക് കാണാം. വിൻസ്ക്രീൻ ഗ്ലാസിന്റെ സൈഡിലും വൈപ്പർ ആംസിലും ഫോർവേഡ് ഓപ്പണിംഗ് ബോണറ്റ് ക്ലിപ്സുകളിലും ഡോർ ക്യാച്ചസിലും ഹെഡ്ലൈറ്റ് കവേഴ്സിലും ഗ്രിൽ ഔട്ട്ലൈനിലും ഫോർ ലാംപ്സിലും ഒക്കെ ചെറിയ ചെറിയ ക്രോം ഫിനിഷിംഗ് കാണാൻ സാധിക്കും. ഫ്രണ്ട് ഗ്രില്ലിന്റെ ഇരുവശത്തും ചതുരാകൃതിയിലുള്ള ഫോക്ക് ലൈറ്റുകൾ വാഹനത്തിന്റെ നീളമുള്ള ഹുഡിലോട്ട് അഥവാ മൂക്കിലോട്ട് സജ്ജമാക്കി, തുടർന്ന് ഇരട്ട ബ്രേക്ക് ഡക്ട് ഓപ്പണിങ്ങുകളും ഹെഡ്ലൈറ്റുകളുടെ അരികിൽ തള്ളി നിൽക്കുന്ന സൈഡ് ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ഇവന്റെ മൂക്കിൽ 3 അധിക വെന്റുകളുണ്ട്. ഇപ്പോൾ റേസിനൊക്കെയാണ് ഈ കാർ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ
വെന്റുകളുടെ കവർ എടുത്ത് മാറ്റുകയും കൂടുതൽ എയർ ഇൻടേക്ക് സാധിക്കുകയും അത് എഞ്ചിനെ തണുപ്പിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത സമയത്ത് ഈ വെന്റുകൾ നിങ്ങൾക്ക് അടച്ചു വെക്കാം. അന്നത്തെ കാലത്തെ വളരെ വലിയ ഒരു ഡിസൈൻ ആയിരുന്നു അത്. എല്ലാവർക്കും വളരെ വിചിത്രവുമായിരുന്നു അങ്ങനെ ബോണറ്റിൽ 3 വെന്റുകൾ വന്നത്. അടുത്തതായി ക്യാബിനിലോട്ട് അഥവാ കോക്പിറ്റിലോട്ട് എയറുകൾ കയറുന്നത് കൗളുകൾ വഴിയാണ്. എഞ്ചിനിൽ നിന്നും ബ്രേക്കിൽ നിന്നും ഉള്ള ചൂടുവായു പിന്തള്ളാൻ ഫ്രണ്ട് ടയറിന്റെയും ഡോറിന്റെയും ഇടയിൽ വെന്റുകൾ ഉണ്ടായിരുന്നു. ഫാക്ടറിയിൽ നിന്നും ഇത് 2 വെന്റുകളായിട്ടാണ് വന്നത്. പുറമെ പിന്നെ ആൾക്കാർ അതിനെ പരിഷ്കരിച്ച് 3 വെന്റുകളാക്കി. ഓരോ പിൻ മഡ്ഗാർഡിലും മറ്റൊരു വെന്റ് ഉണ്ടായിരുന്നു. പിൻ ബ്രേക്കുകളിൽ നിന്നും വായു പുറന്തള്ളാൻ ഒരു ചെറിയ സ്പോയിലറും ഉണ്ടായിരുന്നു ഇവന്റെ കയ്യിൽ. ഡിസ്ക് ബ്രേക്കുകളായിരുന്നു എല്ലായിടത്തും. മുൻവശത്ത് പ്രത്യേക അലോയ് കാലിപ്പറുകളും ഫ്രണ്ട് വീലുകളിലേക്ക് ബ്രേക്കിംഗ് ശ്രമം വർദ്ധിപ്പിക്കുന്നതിന് ഒരു ചെറിയ പമ്പും ഉപയോഗിച്ചിരുന്നു. ഇനിയിപ്പോൾ വീലുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ബൊറാനിയുടെ ആയിരുന്നു. ഇറ്റാലിയൻ കമ്പനിയാണ്. അവരുടെ തന്നെ അലോയ് റിംസും സ്റ്റീൽ സ്പോക്സും ഒക്കെ ആയിട്ടായിരുന്നു വരവ്. 1960 GTO അന്താരാഷ്ട്ര റേസിംഗിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയി. ആ വർഷം കുറച്ച് റാലികളിലും ഹിൽ ക്ലൈംബുകളിലെ ഫലങ്ങളും മാത്രം. ഇതിനെ ലോകമാധ്യമങ്ങളും ഓട്ടോ ഇൻഡസ്ട്രീസുള്ളവരും വിശേഷിപ്പിക്കുന്ന മൊണാലിസ ഓഫ് കാർസ് അല്ലെങ്കിൽ ഹോളി ഗ്രെയിൽ ഓഫ് ഫെറാറി കാർസ് എന്നാണ് ഇവനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1950-60 കാലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തവും അപൂർവവുമായ ക്ലാസിക് ഫെറാറിയുടെ വില വർഷവും ശരാശരി 15% നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 70 മില്യണിൽ എടുത്ത ഫെറാറി വരും വർഷങ്ങളിൽ $100 മില്യൺ അഥവാ 700 കോടിക്ക് വിറ്റുപോകുമെന്നാണ് പറയപ്പെടുന്നത്. സ്പോർട്സ് കാർ റേസിംഗിന്റെ സുവർണ കാലഘട്ടത്തിന്റെ ഉദയതാരമായിരുന്നു ഇവൻ. ശബ്ദത്തിന്റെയും വേഗതയുടെയും വിരുന്ന് ഒത്തിരി പേർക്ക് നൽകി ഫെറാറി 250 GTO. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ജീവിതം വളരെ ചെറുതാണ്. ഇഷ്ടം ഉള്ളതൊക്കെ ചെയ്യുക. ബി സ്ട്രോങ്, ബി ഹാപ്പി.